ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞ മാതിരി നമുക്കൊരു ബൗൺസ് ബാക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫിൽ, അതായത് ഒരു ആഫ്റ്റർനൂൺ വരെയും നമുക്ക് നല്ലൊരു ബൗൺസ് ബാക്ക് കിട്ടി. പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു ആൻഡ് ഇൻട്രാഡേ ലെവലിൽ സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഫോൾ ഉണ്ടായത്. ആൻഡ് അനാലിസിസിലും നമുക്ക് എന്തായി അതിൻ്റെ ഒരു പുട്ട് റൈറ്റിങ്ങിൻ്റെ ഒരു സെൽ ഓഫ് ഒക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ FIDA ഡാറ്റയിൽ, അതായത് ഡെയിലി ഇൻഡെക്സിലൊക്കെ, അത് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിലും രണ്ടിലും പോസിറ്റീവും ആൻഡ് ഇൻഡെക്സിൽ അവർ നെഗറ്റീവും ആയിരുന്നു. FISും സെയിം പ്രോയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെയൊക്കെ വോളറ്റാലിറ്റി ഉണ്ടാവും എന്നുള്ളത് ക്ലിയർ ചെയ്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ചാർട്ടിൽ പോയാൽ നമുക്ക് ഈസി ആയിട്ട് അത് കാണാം. എവിടെ നിന്നാണ് ഫോൾ ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും എക്സാക്റ്റ് ഒരു സപ്ലൈ സോണിൻ്റെ അവിടെ നിന്നാണ് നമുക്കൊരു ഫോൾ ഉണ്ടായത്. ആൻഡ് ഇവിടെ നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അവിടുന്ന് സപ്ലൈ സോണിൽ നിന്നാണ് നിഫ്റ്റിക്ക് ഒരു ഫോള് ക്രിയേറ്റ് ചെയ്ത് വന്നത്. അതെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഫോൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതായത് 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സോണിലേക്കാണ് നിഫ്റ്റി മൂവ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ സപ്ലൈ സോണിൽ നിന്ന് നിഫ്റ്റിക്ക് ഫോൾ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ നിഫ്റ്റി ഫോർ ദ ഡയറക്ഷൻ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടെലഗ്രാം ചാനലിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ശേഷമാണ് നിഫ്റ്റിക്ക് ഒരു ഹ്യൂജ് ഫോൾ തന്നെ ഉണ്ടായത്. അപ്പോൾ ഇനി ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഇനി ഫോള് കാര്യങ്ങളൊക്കെ, അതായത് ഫോളിനെക്കാട്ടി ഉപരി വോളറ്റാലിറ്റി ഇനി കൂടാനുള്ള ചാൻസാണ് ഇനി വരും ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാവരും ഇനി ഇൻട്രാഡേ വോളറ്റാലിറ്റി ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വോളറ്റാലിറ്റിയും നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഹയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അനാലിസിസ് ഒന്ന് നോക്കാം. എവിടെയാണ് മാക്സിമം കോൾ റൈറ്റിംഗ് ഇൻ നിഫ്റ്റി എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇനി വരുന്ന എക്സ്പയറി എന്ന് പറയുന്നത് 25th ഏപ്രിലാണ്. 25th ഏപ്രിൽ. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, 25th ഏപ്രിലാണ് നിഫ്റ്റിക്ക് ഇനി നെക്സ്റ്റ് എക്സ്പയറി. അപ്പോൾ അവിടെ നമുക്ക് 22,000 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ വിത്ത് സ്ലൈറ്റ്ലി അതായത് കോൾ റൈറ്റിംഗ് കുറച്ച് കുറവാണ്, പുട്ട് റൈറ്റിംഗ് ആണ് ഹ്യൂജ് തന്നെ നിൽക്കുന്നത്. ആൻഡ് മേളിൽ എല്ലാ സ്ട്രൈക്കിലും നമുക്ക് നല്ല രീതിയിലുള്ള എല്ലായിടത്തും പുട്ട് റൈറ്റിംഗ് ആയിട്ട് കാണാം. അപ്പോൾ 22,500 മാക്സിമം കോൾ റൈറ്റിംഗ് ഇപ്പോഴും ഉള്ളത്. ആൻഡ് അവിടെയും പുട്ട് റൈറ്റിംഗ് എല്ലാ സ്ട്രൈക്കിലും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് സ്ട്രാഡിൽ ഫോർമേഷൻ മാത്രം ഒന്ന് ഓർത്ത് ഇരിക്കുക. 22,000 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 22,000 റെസിസ്റ്റൻസ് ആയിട്ട്, സപ്പോർട്ടാണ് ഹ്യൂജ് ആയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ മെയിനായിട്ട് നിൽക്കുന്നത് അവിടെ സപ്പോർട്ടാണ്. ആൻഡ് അതിൻ്റെ താഴെയാണ് കോൾ റൈറ്റിംഗ് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിനങ്ങനെയാക്കാം. ആൻഡ് 22,000 നമുക്ക് നോക്കുമ്പോൾ 22,200 നോക്കുമ്പോൾ കോൾ റൈറ്റിംഗ് ഹ്യൂജായിട്ട് നിൽക്കുന്നു. ആൻഡ് പുട്ട് റൈറ്റിംഗ് ബാക്കിലാണ്. എല്ലാ സ്ട്രൈക്കിലും പുട്ട് റൈറ്റിങ്ങും കോൾ റൈറ്റിംഗ് ഒക്കെ മേളിലേക്ക് എല്ലായിടത്തും ഉണ്ട്. ആൻഡ് അവിടെ നമുക്ക് മാക്സിമം PCR ഉള്ളത്, PCR നമുക്ക് വരുന്നത് 1.33 ആണ്. അതായത് കുറച്ച് ബുള്ളിഷ് ആയിട്ടാണ് PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം എല്ലായിടത്തും പുട്ട് റൈറ്റിംഗ് കാണാം. പുട്ട് റൈറ്റിംഗ് ഹ്യൂജായിട്ട് നിൽക്കുന്നു. ബട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രൈക്കിലും കോൾ റൈറ്റിങ്ങും അവിടെയും നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മെയിൻ അതാണ് കുറച്ചൊന്ന് PCR കയറി നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്, അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്.
രണ്ട് സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. 22,000 സ്ട്രാഡിലായിട്ട് തന്നെ പോകുന്നു വിത്ത് സപ്പോർട്ടാണ്. 22,200 ആൻഡ് അതിൻ്റെ എബോവിലൊക്കെ കോൾ റൈറ്റിംഗ് പുട്ട് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ മേളിൽ തന്നെ നമുക്ക് 4 hour ടൈം ഫ്രെയിമിലുള്ള ഒരു സപ്ലൈ സോണും ഉണ്ട്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കണമെങ്കിൽ എക്സാക്റ്റ് ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് സപ്ലൈ സോണിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ഫോൾ ആയത്. സപ്ലൈ സോണിൻ്റെ അവിടെ നിന്ന് റിജക്ഷൻ എടുത്തിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ഫോൾ ആയത്. 48,700 എന്ന ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റിയും ഒരു ട്രൈ മീൻസ് ഒന്ന് മേളിലേക്ക് പോകാനുള്ള ട്രൈ നടത്തിയായിരുന്നു. ആൻഡ് സപ്ലൈ സോണിൽ നിന്നായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു ഫോൾ ഉണ്ടായത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്ക് ഇനി എവിടെയൊക്കെയാണ് നമുക്ക് OA അനാലിസിസ് വെച്ചിട്ട് എവിടെയാണ് നമുക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഉള്ളതെന്ന് നോക്കാം. 47,500 വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ട്രേഡ് സൈഡ് വൈസ് തന്നെയായിരുന്നു. ആൻഡ് 47,000 സപ്പോർട്ട് എടുത്തതായിട്ടൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ അനാലിസിസ് അത് തന്നെയായിരുന്നു. ആൻഡ് സെയിം ലെവലിൽ സപ്പോർട്ട് എടുക്കുകയും കൺസോൾട്ടേറ്റ് ആവുകയും എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലിയിൽ തന്നെ ഉള്ളത് നെക്സ്റ്റ് എക്സ്പയറിക്കുള്ള OA തന്നെ നോക്കാം. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു വീക്ക് OA ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 47,500 സ്ട്രാഡിലുണ്ട്, 47,000 സ്ട്രാഡിലുണ്ട്, 47 റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു. 47,500 റെസിസ്റ്റൻസും 47,000 നമുക്കെന്താ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ 47,000 സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് എന്തായി കോൾ റൈറ്റിംഗ് ഉണ്ട്. ആൻഡ് 47,500 ഇപ്പോൾ കോളാണ്. ആൻഡ് അതിൻ്റെ ശേഷമാണ് നമുക്ക് എന്താക്കുന്നത് പുട്ട് റൈറ്റിംഗ് അവിടെ ഉള്ളത്. ദെൻ ഇനി നമുക്ക് ഇത് നോക്കാം. 48,000 എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 48 സ്റ്റിൽ അവിടെ കോൾ റൈറ്റിംഗ് ഹ്യൂജായിട്ട് ഇപ്പോഴും സ്ട്രോങ് കോൾ റൈറ്റിംഗ് ഉള്ളത് 48 ആൻഡ് അവിടെ നമുക്ക് ചെറിയ ഒരു പുട്ട് റൈറ്റിങ്ങും ഉള്ളതായിട്ട് കാണാം. അപ്പോൾ 48 ഇപ്പോഴും കോൾ റൈറ്റിംഗ് നിൽക്കുന്നുണ്ട്. ആൻഡ് അവിടെ നമുക്ക് ലൈറ്റായിട്ട് പുട്ട് റൈറ്റിങ്ങും ഉള്ളതായിട്ട് കാണാം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസ് വെച്ച് പറയാനുള്ളത്. കൃത്യമായിട്ടുള്ള സ്ട്രൈക്ക് നോക്കുക. ഇപ്പോൾ 47,000 സ്ട്രാഡിൽ ഫോർമേഷനാണ്. അപ്പോൾ സ്ട്രാഡിൽ ഫോർമേഷൻ ആണെങ്കിൽ മേ ബി ഇവിടെ നിന്നൊരു ഫോൾ താഴേക്ക് വന്നാൽ ഈ ഒരു ഫോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് നിഫ്റ്റിക്കും ആ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ മീൻസ് ഇനിയും ഫോളിൻ്റെ ഒരു ചാൻസ് ഈ ഒരു ലെവലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ലെവലും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് FIDA ഡാറ്റയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു രണ്ടും ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും ഒക്കെ ഒരു ബൈങ് നമുക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു. OAയിൽ വെച്ചിട്ട് ബിയറിഷും ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സിലും ബുള്ളിഷായിരുന്നു. അത് നമുക്ക് എക്സാക്ട്ലി ഇന്ന് ബൗൺസ് ബാക്കും അതിന് ശേഷമുള്ള ഫോളും ഒക്കെ കാണാനും കഴിഞ്ഞു. ബട്ട് ഇനി നമുക്ക് നാളത്തേൽ വെച്ച് നോക്കുമ്പോൾ നാളത്തെ നിഫ്റ്റിയുടെ FISൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അത്രയും ലോങ് വന്നിട്ടില്ല. ഇന്ന് കുറച്ചൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് ലോങ്ങിലേക്കുള്ളതും അതോടൊപ്പം തന്നെ പുട്ടിൻ്റെയും. ബട്ട് അവിടെ കുറച്ച് ലോങ് വന്നേക്കുന്നത് ഇതാണ് കോളാണ്, അത് പോസിറ്റീവാണ്. ബട്ട് നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ സെൽ ക്യാൻഡിലാണ് വരുന്നത്. ഒരു ഫോള് തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ നെഗറ്റീവാണ്. ആൻഡ് അവിടെ തന്നെ നമുക്ക് രണ്ട് ഫോർമേഷനായി, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവായി. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമുക്ക് കാണാം അവർ നെഗറ്റിവിറ്റി കാണാം. OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ മാക്സിമം പുട്ടിനെയാണ് അവർ ഹൈ ആയിട്ട് നിൽക്കുന്നത്. 3.5 ലാക്ക് പുട്ട് അവർ മേളിലേക്ക് നിൽക്കുന്നുണ്ട്. ആൻഡ് ലോങ്ങിലേക്ക് നിൽക്കുന്നുണ്ട്. 2.25 ലാക്ക് മാത്രമാണ് കോൾ ലോങ്ങിലേക്കുള്ളൂ. അപ്പോൾ അവിടെയും ബിയറിഷ്നെസ് കാണാം. ആൻഡ് സെല്ലിങ് കണ്ടിന്യൂ ചെയ്യാണ്. -1 ലാക്കിൻ്റെ അടുത്ത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ നല്ല ഒരു സെല്ലിങ് വന്നു. ജസ്റ്റ് ഡെയിലി ഇൻഡെക്സിൽ മാത്രമാണ് FIS ഒന്ന് പോസിറ്റീവായിട്ടുള്ളത് അവർ. അപ്പോൾ മാക്സിമം FIS നെഗറ്റീവായിട്ട് കാണാം. ആൻഡ് പ്രോ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോയും നമുക്ക് നല്ല ഒരു നെഗറ്റിവിറ്റി ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. പ്രോയിൽ ഡെയിലി ഇൻഡെക്സിൽ നമുക്ക് ലോങ്ങിലേക്ക് പുട്ട് വരുന്നു ആൻഡ് അൺവൈൻഡിങ് കോൾ വരുന്നു, അത് നമുക്ക് നെഗറ്റീവാണ്. ബട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവായി. ഇവിടെയും നമുക്ക് മിക്സഡ് ആയിട്ടുള്ള FISൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഓപ്ഷൻസിൽ അവർ പോസിറ്റീവും ഫ്യൂച്ചേഴ്സിൽ അവർ നെഗറ്റീവായിരുന്നു. ഇവിടെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഫ്യൂച്ചേഴ്സിൽ അവർ പോസിറ്റീവും ഓപ്ഷൻസിൽ അവർ നെഗറ്റീവാണ്. ആൻഡ് OA
ഓപ്ഷൻസ് നോക്കാൻ നേരത്ത് OAയിലെ ഒരു നെഗറ്റിവിറ്റി തുടരുകയാണ്. ലോങ്ങിലേക്ക് പുട്ടാണ് അവർ ലോങ് നിൽക്കുന്നത് ആൻഡ് കോൾ അവർ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് കുറച്ചിട്ടുമുണ്ട്. അപ്പോൾ മിക്സഡ് വ്യൂ തന്നെയാണ് അത് മീൻസ് അത് സൂചിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് വോളറ്റൈലിറ്റി കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ കണ്ടിന്യൂ ആണ്, അതായത് -4,000 സെല്ലിങ് FIസിൻ്റെ ഭാഗത്ത്, 2,000 പ്ലസ് ക്രോർ DIസിൻ്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതാണ് FI DI ഡാറ്റ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. മീൻസ് കുറച്ച് നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ FIs നെഗറ്റീവും ആൻഡ് DIs പോസിറ്റീവും വിത്ത് മിക്സഡ് ആണ്. OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും ആൻഡ് എന്താ പറയുക ഓപ്ഷൻസൊക്കെ ആയിട്ട് കുറച്ചൊന്ന് മിക്സഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു. വോളറ്റൈലിറ്റി കണ്ടിന്യൂ ചെയ്യും എന്നുള്ള സൂചന അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു പുൾ ബാക്ക് ഇത് നിഫ്റ്റിയുടെ 4 hour ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് നോക്കാം. ഇവിടെ ആയിരുന്നു നമ്മൾ ഒരു സെൽ ഓഫ് ക്യാൻഡിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആ റേഞ്ചിലായിരുന്നു നിഫ്റ്റിക്ക് ഒരു സെൽ ഓഫ് ഉണ്ടായത്. ഓൾറെഡി നമ്മളത് ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫേക്ക് ഔട്ട് ആയിട്ട് സപ്ലൈ സോണായിരുന്നു, ഇൻട്രാഡേ ലെവലിലുള്ള സപ്ലൈ സോണിൽ നിന്ന് ഫേക്ക് ഔട്ട് ചെയ്യുന്നതാണ് നമുക്ക് ആ ഫോൾ ഉണ്ടായത്. അപ്പോൾ ഇനി ഇവിടെ ഒരു ലോ എടുത്തു, ഒരു ഹൈ എടുത്തു, മേ ബി ഇനി നമുക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, ഇവിടെ ഓപ്പൺ ചെയ്താലും നമുക്ക് ഇനി ലോ ക്രിയേറ്റ് ചെയ്യും. അൺടിൽ നമുക്കൊരു ബൈയിങ് ക്യാൻഡിൽ ഫോം ചെയ്യാണ്ട് ഇനി ഒരു റിവേഴ്സിന് നമ്മൾ നോക്കരുത്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബൈ ക്യാൻഡിൽ അല്ല, നമുക്ക് കൺഫർമേഷൻ കിട്ടുക ഒരു മീൻസ് റിവേഴ്സ് ആയി എന്നുള്ള കൺഫർമേഷൻ. ലൈക്ക് ഇവിടെയൊക്കെ നമുക്ക് കിട്ടിയ മാതിരി തന്നെ നമുക്ക് നമ്മളൊരു നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്നു, അവിടെ നമുക്ക് പിന്നെ ഒരു പുൾ ബാക്ക് വന്നിട്ട് ഒരു റീടെസ്റ്റ് വന്നിട്ട് പിന്നെയും അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ എടുക്കായിരുന്നു. അവിടെ നമുക്ക് നല്ലൊരു റിവേഴ്സ് ഉണ്ടായത്. ആൻഡ് അതേമാതിരി നമുക്ക് ഇവിടെയും നല്ലൊരു റിവേഴ്സ് ക്യാൻഡിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അൺടിൽ നമുക്ക് ഒരു ഹൈ ഓപ്പൺ ചെയ്താലും അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാലും നമുക്കൊരു ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് മാക്സിമം ഹൈ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് പറയാനുള്ളത്. റിവേഴ്സ് ക്യാൻഡിൽ ഫോർമേഷനൊന്നും ഉണ്ടായിട്ടില്ല. ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി നമുക്ക് റിവേഴ്സ് തന്നത് 47,800 എന്ന ലെവൽ. ആൻഡ് ഈ ഒരു ലെവലിൽ നിന്ന് ബാങ്ക് നിഫ്റ്റിയും ഒരു റിവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽ ഇനിയും ശ്രദ്ധിക്കുക. ഈ ലെവൽസിലേക്കൊക്കെ വന്നെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇനിയും ബെയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് ഇനിയും അധികമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഫോൾ ഉണ്ടായി, ഒരു പുൾ ബാക്ക് ഉണ്ടായി, ദെൻ ഒരു ഫോൾ കണ്ടിന്യൂ ചെയ്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനിയും ഒരു പുൾ ബാക്ക് ഉണ്ടാവാം, പുൾ ബാക്കിൽ നിന്ന് വീണ്ടും ഒരു ഫോൾ ഉണ്ടാവാം. ആ ലെവൽസിൽ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് മാക്സിമം അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം അത് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പോഴും നമ്മൾ അത് തന്നെ പറയുകയാണ്. ലെവൽസാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഡയറക്ഷൻ നമുക്ക് നോക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും നമ്മൾ അതോടൊപ്പം തന്നെ മീൻസ് കുറച്ച് ഹ്യൂജ്, അതായത് കുറച്ച് വലിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും കൂടി നോക്കിപ്പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ലോ സ്ട്രാറ്റജിയൊക്കെ ക്രിയേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിന് മീൻസ് ഇനി എലക്ഷൻസാണ് വരുന്നത്. അതിനോട് മുമ്പുള്ള കുറേ വോളറ്റൈലിറ്റിയും നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സിലൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കാൻ ഒന്നും കൂടി പറയുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.